ഹലോ മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് കൃത്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്ററാണ് ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ. അതായത് ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന പക്ഷി നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു മെമ്മോയർ ആണ്, അതായത് ഓർമ്മക്കുറിപ്പാണ്. ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 6 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പാഠഭാഗത്തെ പറ്റിയിട്ട് അറിയാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം ടെക്സ്റ്റ് ബുക്കും ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു പാഠഭാഗത്തിലെ തന്നെ മറ്റൊരു ചോദ്യത്തിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത കുട്ടികളാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക, ലിങ്ക് താഴെ കൊടുക്കാം. ഓക്കെ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് മെസ്സേജ് ഡസ് ഡോക്ടർ സലീം അലി കൺവേ ത്രൂ ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ? അതായത് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മുടെ ഈ ഒരു പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി എന്ത് മെസ്സേജ് ആണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരത്തിലേക്ക് കടക്കാം. ത്രൂ ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ, Dr. Salim Ali conveys the message that nature should be observed, loved and protected. അതായത് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മുടെ ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി എന്ത് മെസ്സേജാണ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയെ നമ്മൾ നിരീക്ഷിക്കണം, പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം, അതേപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം എന്നുള്ള ഒരു വലിയ മഹത്തായ ഒരു മെസ്സേജാണ് അദ്ദേഹം ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. He shows that bird watching is not just a hobby but a meaningful activity that helps us understand birds and their environment. He shows that bird watching is not just a hobby. അദ്ദേഹം നമുക്ക് എന്ത് കാണിച്ചു തരുന്നുണ്ട്? ഈ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത് വെറും ഒരു ഹോബി മാത്രമല്ല, ബട്ട് എ മീനിങ്ഫുൾ ആക്ടിവിറ്റി ദാറ്റ് ഹെൽപ്സ് അസ് അണ്ടർസ്റ്റാൻഡ് ബേർഡ്സ് ആൻഡ് ദെയർ എൻവിറോൺമെന്റ്. പക്ഷെ എന്താണ്? ഒരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു അർത്ഥവത്തായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണിത്. ഇത് നമ്മെ എന്ത് പഠിപ്പിക്കുന്നു? പക്ഷികളെ പറ്റിയിട്ടും അവയുടെ ചുറ്റുപാടിനെ പറ്റിയിട്ടൊക്കെ നമ്മളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും പക്ഷി നിരീക്ഷണം എന്ന് പറയുന്ന കാര്യം വളരെയധികം സഹായകരമാണ്. ദി ലെസൺ എൻകറേജസ് പീപ്പിൾ ടു ഡെവലപ്പ് പേഷ്യൻസ്, ക്യൂരിയോസിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ വൈൽഡ് ലൈഫ്. ഈ ഒരു പാഠഭാഗം നമ്മളെ എന്തിനു പ്രചോദിപ്പിക്കുകയാണ്? ഈ നമ്മുടെ ഈ ഒരു പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ സംരക്ഷിക്കാനും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെ ഒബ്സർവ് ചെയ്യാനും അവയെ സമാധാനത്തോട് കൂടിയിട്ട്, ആശ്ചര്യത്തോട് കൂടിയിട്ട്, ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട്, കൗതുകത്തോട് കൂടിയിട്ട്, ആദരവോട് കൂടിയിട്ട് അവയൊക്കെ നിരീക്ഷിക്കാനും അവയൊക്കെ മനസ്സിലാക്കാനും ഈ പാഠഭാഗം നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. By closely observing birds, we learn the importance of maintaining the balance of nature. ഈ പക്ഷിയെ നമ്മൾ വളരെയധികം നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം ഈ പക്ഷികൾ നമ്മുടെ പ്രകൃതിയിൽ എത്രത്തോളം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും, അതേപോലെ തന്നെ പ്രകൃതിയെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ പക്ഷികൾ എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡോക്ടർ സലീം അലി also inspires readers to explore nature instead of being confined to busy modern life. അതായത് തിരക്കേറിയ പുതുമയാർന്ന ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെ നമ്മളൊന്ന് പരിപാലിക്കാനും പ്രകൃതിയെ നമ്മൾ നിരീക്ഷിക്കാനും കൂടി നമ്മുടെ കഥാകൃത്ത്, അതായത് ഈ ഒരു പാഠഭാഗത്തിന്റെ മെമ്മോയറാണ്, അല്ലെ ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തിയുടെ മെമ്മോയറാണ്, ഓർമ്മക്കുറിപ്പാണിത്. അപ്പോൾ ഡോക്ടർ സലീം അലി എന്ന് പറയുന്ന വ്യക്തി നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രകൃതിയെ കൂടി നമ്മൾ പരിപാലിക്കണം, പ്രകൃതിയെ കൂടി ഒന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, പ്രകൃതിയെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം. ഈ ബിസി മോഡേൺ ലൈഫിൽ മാത്രം ഒതുങ്ങി പോകരുത് നമ്മളെന്ന്. The chapter finally teaches that loving nature leads to knowledge, happiness and responsibility. ഈ ഒരു പാഠം നമ്മെ ഒന്നുകൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? പ്രകൃതിയെ സ്നേഹിക്കുന്നതോടൊപ്പം നമുക്ക് എന്ത് കിട്ടുകയാണ്? അറിവ് ലഭിക്കുകയാണ്, സന്തോഷം ലഭിക്കുകയാണ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, അതായത് ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമ്മളിലേക്ക് വന്നെത്തുകയാണ്. Protecting birds and their habitats is essential for the future of the environment. അതായത് ഈ പക്ഷികളെ സംരക്ഷിക്കുകയും പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെയും പക്ഷികളെയും സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലെ ഒരു ഭാവിയിലേക്ക് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഓരോ ജീവജാലങ്ങളും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, അതിൻ്റെതായിട്ടുള്ള പങ്ക് ഈ ഒരു പ്രകൃതിയിൽ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.
ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ തന്നെ മലയാള വിവർത്തനം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഇത് വായിച്ചതിന് ശേഷവും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. നമുക്കതിന് പ്രത്യേകം തന്നെ വീഡിയോ വേണമെങ്കിൽ അങ്ങനെയായിട്ട് ചെയ്യാം. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ചോദ്യം മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനും വളരെ വ്യക്തമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. വെറുതെ വീഡിയോ കണ്ടുകൊണ്ട് പോയത് കൊണ്ട് മാത്രം നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെന്നില്ല, നമുക്ക് ലാംഗ്വേജ് മനസ്സിലാകണമെന്നില്ല. ഓക്കെയാണ്. അപ്പം സ്വന്തമായിട്ടൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്, മനസ്സിലായി എന്നാണ് കരുതുന്നത്. സോ സീ യു സൂൺ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.